കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്വന്തം പ്രദേശത്ത് പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുകയുമായിട്ടാണ് ഈ പ്രാവശ്യം യുവാക്കൾക്ക് സീറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ശ്രീ ജിതിൻ ദേവിന് കരുനാഗപ്പള്ളിയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ വിജയ ആശംസകൾ കർമാന്യൂസിൻ്റെ പേരിൽ നേരുന്നു. തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. NDയുടെ സ്ഥാനാർത്ഥിയായിട്ട് യുവാവായ ശ്രീ ജിതിൻ ദേവാണ് കരുനാഗപ്പള്ളിയിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഒരു വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ അഡ്വക്കേറ്റ് ബിറ്റി സുധീർ. നമ്മളിപ്പോൾ കാണുന്നത് മുൻ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2021 മത്സരിച്ച ശ്രീ അഡ്വക്കേറ്റ് ബിറ്റി സുധീറും ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യുവാവായ ശ്രീ ജിതിൻ ദേവുമാണ്. കഴിഞ്ഞ 5 വർഷവും ഇപ്പോഴത്തെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്? തീർച്ചയായും ഇപ്പോൾ BJP ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ മണ്ഡലം വന്നു കഴിഞ്ഞു. വികസിത കരുനാഗപ്പള്ളിക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MLA ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ആ ഗ്യാരണ്ടിയിൽ തന്നെയാണ് ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ വരുമ്പോഴും വോട്ടിംഗ് ശതമാനം വളരെയേറെ മുന്നിലാണ്. അതുകൊണ്ടാണ് A ക്ലാസ് മണ്ഡലമായത്. പക്ഷേ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ കാണുന്നില്ല, വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിനെക്കുറിച്ച് വല്ല വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? അല്ല, അത് വോട്ടിംഗ് പാറ്റേണിൽ കുറവ് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ മാത്രമാണ്. കാരണം വളരെ വൈകിയാണ് കഴിഞ്ഞ തവണ ചേച്ചിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. ചേച്ചിക്ക് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്കൊന്ന് 15 ദിവസമോ 18 ദിവസമാണ്. അതിനകത്ത് തന്നെ ഒരു 4-5 ദിവസം നോമിനേഷന് വേണ്ടി പോയി. ആകെ ചേച്ചിയുടെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. അദ്ദേഹം ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായി ജനങ്ങളെ പരിചയപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തീയതി എത്തി. അപ്പം ഒരു 15 ദിവസം കൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് അത്തരത്തിലൊരു അപാകത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലമായിട്ട് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നിലധികം BJPയുടെ നേതാക്കന്മാർ പ്രവർത്തിച്ചതും. അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് വളരെ നേരത്തെ വർക്ക് ആരംഭിക്കാൻ സാധിച്ചത്. ഒരുപക്ഷേ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പെങ്കിലും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു 6 മാസം മുമ്പെങ്കിലും ചേച്ചി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുകയോ ചെയ്ത് ഈ മണ്ഡലത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അന്ന് അതായിരിക്കില്ല റിസൾട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ബേസ് വോട്ടിൽ കുറവുണ്ടായി. പക്ഷേ ഇത്തവണ അതുണ്ടാവാൻ സാധിക്കില്ല. ആ ബേസ് വോട്ടിനൊപ്പം തന്നെ നമുക്ക് പുതുതായി വന്നു ചേർന്ന വോട്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മണ്ഡലത്തിൽ സാന്നിധ്യം ഇല്ലായിരുന്നല്ലോ, എന്താണ് കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കൂടുതൽ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് സംഘടനാ വർക്കിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകേണ്ടി വന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നാട്ടിലാണോ വേറെ മറ്റു പല സ്ഥലങ്ങളിലുമാണോ? ഞാൻ അഡ്വക്കേറ്റ് ആണ് ബൈ പ്രൊഫഷൻ. അപ്പം ഞാനിപ്പോൾ സുപ്രീം കോടതി പ്രാക്ടീസ് തുടങ്ങിയതുകൊണ്ട് ഇടയ്ക്ക് ഡൽഹിയിൽ പോകാറുണ്ട്. ബാക്കി കുറച്ച് സമയം ഇവിടെ ഉണ്ടാവാറുണ്ട്. അതാണ്. പിന്നെ ജിതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജിതിന് ഈ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ നാട്ടുകാർക്കും ജിതിനെ അറിയാം. ജിതിൻ ചെയ്യുന്ന സംഘടനാപരമായ വർക്കുകളായാലും അവർക്ക് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്നെ സംബന്ധിച്ച് അന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 18 ദിവസം മുമ്പ് അനൗൺസ്മെൻറ്റ് വന്നു. പിന്നെ ഞാനൊരു മഹിളാ മോർച്ച പ്രസിഡന്റ് എന്ന നിലയിൽ വന്ന മണ്ഡലമാണ്. പ്രവർത്തിച്ച ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ബേസിക്കായിട്ട് ഈ മണ്ഡലമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജിതിൻ ഇവിടെ തന്നെയുള്ള കാൻഡിഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു 5 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടാക്കിയ വികസന പദ്ധതികൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികൾ, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഗുണഭോക്താക്കളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് നമുക്കൊരു MLA ഉണ്ടാവും. ശ്രീ ജിതിൻ ദേവ് നമ്മുടെ MLA ആയിട്ട് മാറും എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം MLA ആയത് കോൺഗ്രസിൻ്റെ CR മകേഷാണ്. അദ്ദേഹവും ചെറുപ്പക്കാരനാണ്. പക്ഷേ CR മകേഷ് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് MLA ആകുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും ഈ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ശ്രീ ജിതിൻ ദേവ്. ജിതിൻ ദേവ് അത്രയും വർഷക്കാലം ഏത് രീതിയിലാണോ പ്രവർത്തനം ജനങ്ങളുമായിട്ട് പരിചയപ്പെടേണ്ടത്, എങ്ങനെയാണ് ആ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്, അത്തരത്തിൽ എല്ലാവിധ രീതിയിലും ഏതാണ്ട് വർഷക്കണക്കിന് എവിടെ പോയാലും, ഏത് മണ്ഡലത്തിൽ പോയാലും, പാർട്ടി പരിപാടിയിൽ പോയാലും, അന്യ ജില്ലയിൽ പോയാലും ജിതിൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്വന്തം പ്രദേശത്ത് പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുകയുമായിട്ടാണ് ഈ പ്രാവശ്യം യുവാക്കൾക്ക് സീറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ശ്രീ ജിതിൻ ദേവിന് കരുനാഗപ്പള്ളിയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ വിജയ ആശംസകൾ കർമാന്യൂസിൻ്റെ പേരിൽ നേരുന്നു. തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് മുൻ സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് ബിറ്റി സുധീറിനും ശ്രീ ജിതിൻ ദേവിനും കർമാന്യൂസിൻ്റെ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. കർമാന്യൂസ് രാംഭദ്രൻ.